ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് കൊല്ലം ബഡാ ബസാറിൽ ഓണം സെയിൽ എങ്ങനെയുണ്ട് എന്നുള്ളതിൻ്റെ വീഡിയോ ആണ് പരിചയപ്പെടാൻ പോകുന്നത്. ഇതിന് മുന്നേയായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അഭിപ്രായം എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ബഡാ ബസാറിൻ്റെ ഷോപ്പ് വരുന്നത് കൊല്ലം ചിന്നക്കട പോസ്റ്റ് ഓഫീസിൻ്റെ ഇടതുവശത്തായിട്ട് ഒരു വഴിയുണ്ട്. ആ വഴി റോഡ് സൈഡ് തന്നെയാണ് ബഡാ ബസാറിൻ്റെ ഷോപ്പ് വരുന്നത്. ഓണ സമയത്തും സ്കൂൾ തുറപ്പിൻ്റെ സമയത്തൊക്കെയാണ് കൂടുതലായിട്ട് കളക്ഷൻസ് നമുക്ക് കിട്ടുക. നല്ല ലാഭത്തിനാണ് ഇവിടെ കച്ചവടം എല്ലാം ചെയ്യുന്നത്. അതേപോലെ തന്നെ ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഒട്ടുമിക്ക സാധനങ്ങളും നമുക്ക് ഇവിടുന്ന് മേടിക്കാനായിട്ട് കിട്ടും. കൂടുതലായിട്ട് തുണികളും ചെരുപ്പുകളും പാത്രങ്ങളും എല്ലാം തന്നെ നമുക്ക് ഈ ഒരു കടയിൽ നിന്ന് തന്നെ നമുക്ക് മേടിക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഫാൻസി ഐറ്റംസ് ആയാലും ചവിട്ടി ആയാലും എല്ലാം നമുക്ക് ഈ ഒരു കടയിൽ നിന്ന് തന്നെ മേടിക്കാവുന്നതാണ്. ഇതിപ്പോൾ രാവിലെ ഒരു 10 മണി സമയമൊക്കെ ആയിട്ടുള്ളൂ, അതുകൊണ്ടാണ് തിരക്ക് കുറവ്. അതുപോലെ തന്നെ വൈകുന്നേരം ഒരു 4 മണിയൊക്കെ കഴിഞ്ഞ് വരുവാന്നുണ്ടെങ്കിൽ കടയിൽ നല്ല തിരക്കായിരിക്കും. അതേപോലെയുള്ള സെയിലാണ് ഇവിടെ ഓണ സമയത്തൊക്കെ നമുക്ക് നടക്കുക. സ്കൂൾ തുറപ്പിൻ്റെ സമയത്തും അതേപോലെ തന്നെയാണ്. ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട്. സ്കൂൾ തുറപ്പിൻ്റെ സമയത്ത് ഇവിടുത്തെ ഓഫറും കാര്യങ്ങളൊക്കെ ആയിട്ടൊരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതേപോലെ ഓണ സമയത്തും ഇവിടെ നല്ല ഒരുപാട് കളക്ഷൻസും ഒരുപാട് സാധനങ്ങളൊക്കെ ഒരുപാട് വരും. നല്ല ലാഭത്തിനാണ് ഇവിടെ സാധനങ്ങൾ കിട്ടുക. നമുക്ക് വീട്ടിൽ ഇടാൻ പറ്റുന്ന ടൈപ്പായാലും പുറത്തോട്ട് ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന ടൈപ്പായാലും എല്ലാ തരം തുണികളും ഇവിടെ കിട്ടുന്നതായിരിക്കും. അതേപോലെ തന്നെ വിലയും നമുക്ക് നല്ല ലാഭമായിട്ടാണ് എനിക്കിവിടെ തോന്നിയിട്ടുള്ളത്. ഞാൻ എല്ലാ വർഷവും ഓണത്തിന് ഞാൻ ഇവിടെ നിന്ന് ഷോപ്പിലൊന്ന് കയറാറുണ്ട്. എന്തെങ്കിലുമൊക്കെ നല്ല ഓഫേഴ്സ് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഓണത്തിന് വന്ന് സാധനങ്ങൾ മേടിക്കാറുണ്ട്. എനിക്കിവിടെ നല്ല ലാഭമായിട്ട് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ ലേഡീസിൻ്റെ ചുരിദാറൊക്കെ ഇവിടെ നല്ല ലാഭമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ടോപ്പുകളൊക്കെ 200 രൂപ തൊട്ട് നല്ല ടോപ്പുകളും ചുരിദാർ സെറ്റുകളും പാൻറ്റ് ഷാളുമായിട്ടുള്ളതും എല്ലാ ടൈപ്പ് തുണികളും കോളേജ് സ്റ്റുഡൻസ് തൊട്ട് എല്ലാ ടൈപ്പ് കുഞ്ഞുങ്ങൾ തൊട്ട് ലേഡീസിന് വലിയവർക്കായാലും എല്ലാ ടൈപ്പ് തുണികളും ഇവിടെ കിട്ടുന്നതായിരിക്കും. വീട്ടിലിടാൻ പറ്റുന്ന ടൈപ്പായാലും പുറത്തോട്ട് ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന ടൈപ്പായാലും എല്ലാം നമ്മൾ സാധാരണക്കാർക്ക് പറ്റുന്ന ബഡ്ജറ്റിലാണ് ഇവിടെ അവർ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓണ ടൈമിൽ അതുപോലെ ഒരുപാട് സ്റ്റോക്ക് വരാറുണ്ട്. ഞായറാഴ്ചയും ഇവിടെ കട തുറന്ന് പ്രവർത്തിക്കുന്നതാണ്. ഈ ടോപ്പിനൊക്കെ 300 രൂപ തൊട്ട് തുണിയുടെ ക്വാളിറ്റി അനുസരിച്ചാണ് വില വരുന്നത്. 300 രൂപ തൊട്ടുണ്ടായിരുന്നു. അതുപോലെ ഇത് പാത്രത്തിൻ്റെ സെക്ഷനാണ്. പാത്രങ്ങൾ എല്ലാ ടൈപ്പ് പാത്രങ്ങളും ഇവിടെ കിട്ടുന്നതായിരിക്കും. നമുക്ക് പുതുതായിട്ടൊരു വീടൊക്കെ പണിതിട്ട് പാല് കാഴ്ച സമയത്തൊക്കെ ഒരുപാട് സാധനങ്ങൾ പുതിയതായിട്ട് മേടിക്കാൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ ഈ ഷോപ്പിലൊന്ന് വന്ന് ജസ്റ്റ് ഒന്ന് വന്ന് കയറി നോക്കാവുന്നതാണ്. നമുക്ക് പറ്റുന്ന തരത്തിൽ നമ്മളുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ടൈപ്പിലുള്ള സാധനങ്ങളെല്ലാം ബഡാ ബസാറിൽ നല്ല കിട്ടുന്നതായിരിക്കും. ഒരുപാട് സാധനങ്ങൾ നമുക്ക് മേടിക്കാനും കഴിയും. നമുക്ക് വിചാരിക്കാൻ പറ്റുന്ന ടൈപ്പിൽ എല്ലാ തരത്തിലുള്ള പാത്രങ്ങളായാലും തുണികളായാലും ബക്കറ്റുകൾ എല്ലാം ബാസ്ക്കറ്റും എല്ലാം നമുക്കിവിടെ കിട്ടുന്നതായിരിക്കും. കൂടുതലായിട്ടൊന്നും റേറ്റ് വരുന്നില്ല. കുറഞ്ഞ റേറ്റിൽ തന്നെയാണ് അവർ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓണ ടൈമിൽ ഒരുപാട് ഓഫർ ഇടാറുണ്ട്. ഈ ഒരു പാത്ര സ്റ്റാൻഡിനൊക്കെ 680 780 രൂപയൊക്കെയാണ് റേറ്റ് വരുന്നത്. നല്ല ക്വാളിറ്റിയുള്ള സ്റ്റാൻഡായിരുന്നു. സാധനങ്ങളെല്ലാം ഓരോ സെക്ഷനായിട്ടാണ് അവർ വെച്ചിരിക്കുന്നത്. പാത്രങ്ങളെല്ലാം ഒരു സെക്ഷൻ, തുണികളെല്ലാം ഒരു സെക്ഷൻ, ചെരുപ്പുകൾ ഇത് നമ്മുടെ ക്ലീനിങ് ഐറ്റംസ് ആണ്. കോരി, ചൂല് ഇനി വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ നമുക്ക് കിട്ടുന്നതായിരിക്കും.
കടയുടെ ഫ്രണ്ട് ഭാഗമാണ്. ഈ ഒരു ഭാഗത്തായിട്ട് കൂടുതലും ചവിട്ടിയും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. അതേപോലെ ചെരുപ്പും കാര്യങ്ങളും എല്ലാം അവിടെ ലാഭമായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഓണ സെയിലും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്, വിലയും ഓഫറുകളൊക്കെ എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ട് എല്ലാവരും ഒന്ന് നേരിട്ടൊക്കെ ഒന്ന് പോയി കാണുക. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അത്രേ ഉള്ളൂ. ടാറ്റാ.